ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യം? എനിക്ക് 10-15 കേസുണ്ട്. എന്നാ കഥ പറ കേക്കട്ടെ. ഒരു ദിവസം ബസ് സ്റ്റോപ്പില് ബസ് വരുന്ന നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച വണ്ടി വന്നില്ല. പക്ഷെ വന്ന വണ്ടിയിൽ ഒരു പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ അവളായിരിക്കും ഇനി എന്റെ പെണ്ണെന്ന് വിചാരിച്ചു. അവളും ഞാനായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിന് പോയി. ഇതെന്തോന്ന് പ്രേമോ? പ്രേമുണ്ട്, അതെന്റെ മനസ്സിനകത്തായിരുന്നു. അപ്പൊ നിന്റെ എല്ലാം സിംഗിൾ സൈഡ് ലവ് സ്റ്റോറി ആണല്ലേ? പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് നമ്മൾ ഈ പ്രസാദം മേടിക്കില്ലേ, അത് വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ദേവതയെ പോലൊരു കുട്ടി. അത്രേ ഉള്ളൂ. അതോടെ ഞങ്ങളെ കല്യാണം കഴിയുന്നു, ഞങ്ങൾക്ക് കുട്ടികളാകുന്നു, ആ കുട്ടികളുടെ കല്യാണം വരെ കഴിയുന്നു. ബുക്ക് തരുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിലൊന്നും തൊട്ട അവിടെ ഒരു ലവ് സ്റ്റോറി. പുറകിലോട്ട് തിരിഞ്ഞു പോകുന്ന പെണ്ണിന്റെ മുടി എന്റെ മുഖത്ത് കൊണ്ട അവിടെ പിന്നെ ലവ് സ്റ്റോറി. ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്നെ നോക്കിയെന്ന് വെറുതെ ചിരിച്ചാ, നമ്മളെ നോക്കിയാണല്ലോ ചിരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുത്താൽ ഇതേ പിന്നെ ലവ് സ്റ്റോറി. ഇതുപോലെയൊക്കെ ആലോചിച്ച് കൂട്ടുന്ന എന്നെ പോലുള്ള ആമ്പിള്ളേർക്ക് ഒന്നല്ല 1000-ലധികം ലവ് സ്റ്റോറി ഉണ്ടാവും. മതി മതി മതി. എന്നെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇയാളെ പറ്റി പറ. എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്, എന്റെ സീനിയറുമായിട്ട്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഈ കിസ്സും അമ്മ എനിക്ക് തന്ന പോലെയാണോ? അതൊരു ആക്സിഡന്റ്, ഇത് കമ്മിറ്റ്മെന്റ്. അന്ന് അവനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ചെയ്ത്. ഇന്ന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ തന്നെ. ഒരുപാട് പേർക്ക് ആദ്യം കാണുമ്പോൾ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയത് ആദ്യത്തെ കിസില. ശശി, ശിവ, നിനക്ക് മൈൻഡ് റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ നിന്നോട് പറയാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നീ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് യു ടു ശിവ. നിന്നെ പോലെ ഒരു ജെന്യൂൻ പേഴ്സൺ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. So yeah, do this first and sorry, just a minute. Hello. നൈറ്റ് എത്ര കള്ള വിളിച്ചാലും ഓഫീസിൽ കറക്റ്റ് ആയിട്ട് പോയില്ലേ? Who is this? ശിവ, നൈറ്റില് പോലീസ് ഹെൽപ്പ്. ബിഫോർ ദാറ്റ് യു ഇംഗ്ലീഷിലെ ലേഡിങ് ടോൾഡ്. അതിനു മുമ്പ് കിസ്സിങ്, പിന്നെ പബ്. Enough. എന്തിനാ കോൾ ചെയ്ത്? ഞാനിപ്പോ ബിസിയാ, ഞാൻ പിന്നെ വിളിക്കാം. സോറി ഗൈസ്, സോറി. സോ സിസ്റ്റം അനാലിസിസ് എന്ന് വെച്ചാ എന്നെ വിളിക്കാന്ന് പറഞ്ഞാലും ഞാൻ വിളിക്കണമെങ്കിൽ ഏത് നമ്പറിലാണ് വിളിക്കണ്ടേ? എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്ക്, രാത്രി സംസാരിക്കാം. പ്ലീസ് വിളിക്കരുത്. I am enjoying. What about you? സൂക്ഷിക്കണേ, ഇത്തവണ വാച്ച്മാനോ ലിഫ്റ്റ് ബോയ്ക്കോ കിസ് കൊടുക്കല്ലേ. നിർത്താതെ 2 മിനിറ്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ചു. തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം മാഡം. India is my country. All Indians are my brothers and sisters. I love my country. I respect elders, parents and family also. ഫണ്ണി ഗൈ. ഞാൻ നിനക്ക് തന്ന ഡെഡ് ലൈൻ ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. ഓക്കെ മാഡം, താങ്ക് യു. I am outside. Yes, madam. Yeah. I'll give you an assignment.
ഇത് അവതാർ മൂവിയിൽ വരുന്നൊരു സീനാ. നീ ഇത് കണ്ടിട്ട് എന്നോട് മീനിങ് പറയണം, ഓക്കെ? എനിക്ക് എന്തോ എന്റെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതേതോ ഡബിംഗ് സിനിമയിലെ ഡയലോഗ് പോലെ ഉണ്ടല്ലോ. അത് മലയാള അവതാർ സിനിമയില്ലേ, അത് ഡബ് ചെയ്ത് വെച്ചത് ഇങ്ങനെയായിരുന്നു. പാർക്കിംഗ് ലോട്ടില് 9 മണിക്ക് പിടിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. പാർക്കിംഗ് ലോട്ട്. ഓഹോ, അവിടെ വെച്ച് കാണാന്നല്ലേ പറഞ്ഞേ. സോറി. ഓക്കെ മാഡം, കാച്ച്. In 2018, we have done a phenomenal job. Let us focus based on. Sorry. Me in confusion, call now. Don't you have sense? When I said I'm busy, I'm busy. Thank you so much. Call you later. എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യും മാഡം. ഞാൻ പറയത്തില്ല, നീ തന്നെ പറ. എന്തായാലും അവന് മലയാളം അറിയത്തില്ല, നിനക്കൊട്ട് ഹിന്ദി അറിയത്തില്ല. ഈ ഒരു തവണ മാഡം ഓർഡർ ചെയ്യേ. എന്നെ വെറുതെ നാണം കെടുത്തല്ലേ. അത് സാരമില്ല, ജീവനൊന്നും പോത്തില്ലല്ലോ. നീ ഓർഡർ ചെയ്. Thank you, madam. ലെറ്റ്സ് ഗോ മാഡം. എന്ത് ജോലിയാണെങ്കിലും നമ്മളെ കൊണ്ട് ആദ്യം പറ്റില്ലെന്നേ പറയത്തുള്ളൂ. എന്നാ പരിശ്രമിക്കുവോ അതില്ല. പക്ഷെ അതിനെ ചെയ്തേ പറ്റൂന്ന് അറിയുമ്പോ നമ്മൾ അറിയാതെ ചെയ്തു പോകും. അതിനെയാണ് സർവൈവൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഏത് സിറ്റുവേഷനിലും നീ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യാൻ നോക്കണം. ഒരുപക്ഷെ നീ വേണ്ടെന്ന് പറഞ്ഞാലും നീ അറിയാതെ പഠിച്ചു പോകും. ഒന്ന് നീ ലാംഗ്വേജിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നീ ശരിക്കും പഠിക്കും. എന്തായാലും നീ വീട്ടിലേക്ക് വാ, നൈറ്റ് ക്ലാസ് എടുക്കാൻ നോക്കട്ടെ. നൈറ്റ് ക്ലാസ്സോ? ഹായ് മാഡം. ഹായ്, കം ഇൻ. വീട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക്സ്. ഇത്രയും വലിയ വീട്ടില് മാഡം ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതെ, എന്തേ? മാഡത്തിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഞാനായിരുന്നു ഇവിടെയെങ്കില് ഒറ്റയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ സമയം കളഞ്ഞേനെ. എന്തേ, ഇയാൾക്ക് പേടിയാ? ചേച്ചേ, പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഇല്ലെങ്കിലും ചെറിയൊരു പേടി. അല്ല മാഡം, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമ്പോ ബോറടിക്കുന്നില്ലേ? ബോറൊക്കെ അടിക്കും, പക്ഷെ എനിക്കിവിടെ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. അപ്പോ മാഡം എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ലല്ലേ? ഇല്ലല്ലോ. എന്താ മാഡം ഇങ്ങനെ എന്റെ മുഖത്തടിച്ച പോലെ പറഞ്ഞു കളഞ്ഞത്? നീ എന്ത് കുന്തം ചെയ്തിട്ടാ ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് കാണണ്ടേ? എന്നെ ഇത്ര ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലേ, അപ്പൊ കണ്ടുകൂടെ അങ്ങനെ? ഹലോ, ഞാൻ നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുവാ, അതും ഫീസ് പോലും വാങ്ങാണ്ട്. അത് സത്യമാണ്. ലോങ് വീക്കെൻഡ്. ഇവിടെ നല്ല ബോറടിയാ, പക്ഷെ നാട്ടിൽ പോകാനും തോന്നുന്നില്ല. എന്നാ പിന്നെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയിക്കൂടെ? എന്റെ ഫ്രണ്ട് ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യണ്ടേ? എന്നെ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്താ പറഞ്ഞേ? ഞാൻ കൊണ്ടുപോകണമെന്നോ? ഞാൻ മാഡത്തിനെ കൊണ്ടുപോകണമെന്നോ? എന്നാ ഓഫീസിലുള്ള എല്ലാരും കൊണ്ടുപോയാലോ? അത് പിന്നെ ഞാൻ അങ്ങനെ നല്ല ഉദ്ദേശിച്ചത്. എങ്ങനെ പോകുന്ന ആലോചിക്കായിരുന്നു. അത് നിന്റെ ബൈക്കിൽ പോയാ പോരെ? ബൈക്കിൽ പോവാനോ? ഓക്കെ, എവിടെ പോവാന്ന് പറയൂ. ഷേടാ, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നീ ആദ്യം രാവിലെ ബൈക്ക് എടുത്തോണ്ട് പോവാ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. എന്നെക്കൊണ്ട് ഈ ഗേറ്റ് വരെ പോലും നിന്നെ പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. നീ എന്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നെന്നറിയോ? എനിക്കും അങ്ങനെ തന്നെ. These 3 days are the best days in my entire life. എപ്പോഴും ആഘോഷങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവാറുള്ളൂ. എന്നാ ഈ 3 ദിവസം അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം കിട്ടി. നിന്നോട് പോവണ്ടെന്ന് പറയാനാ തോന്നുന്നത്. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ നമ്മൾ നാളെ ഓഫീസിൽ കാണേണ്ടവരല്ലേ? നമ്മൾ ഓഫീസിൽ വെച്ച് കണ്ടതുപോലെ അല്ല ശിവ. എനിക്കൊരു സെക്കൻഡ് പോലും നീ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതിനിപ്പോ എന്താ ചെയ്യാ? നീ എന്റെ ഫ്ലാറ്റിലേക്ക് വാ, രണ്ടുപേർക്കും ഇവിടെ താമസിക്കാം.
എന്താ നമ്മൾ രണ്ടുപേരോ? ആരെങ്കിലും അറിഞ്ഞ? ഞാന് നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു നോക്കിയുള്ളൂ. പക്ഷെ നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നേ, അതെന്തിനാ? അല്ല അത് പ്ലീസ് എന്റെ ഫ്ലാറ്റിലേക്ക് നീ വാ ശിവ. ഞാൻ റെന്റ് ഷെയർ ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്, ലൈഫ് ഷെയർ ചെയ്യാൻ വേണ്ടിയാ ശിവ.